റിപ്പോർട്ടർ ഇംപാക്ട്. നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ കോളേജ് പ്രിൻസിപ്പലിനും വൈസ് പ്രിൻസിപ്പലിനും സസ്പെൻഷൻ. പ്രിൻസിപ്പൽ എൻ അബ്ദുൽ സലാമിനെയും സെക്രട്ടറി അധ്യാപകൻ സജീവുമാണ് സസ്പെൻഡ് ചെയ്തത്. അമ്മുവിന്റെ മരണത്തിൽ ഇരുവരെയും സസ്പെൻഡ് ചെയ്യണമെന്ന് കുടുംബം റിപ്പോർട്ടറിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, ഒടുവിൽ റിപ്പോർട്ടറിലൂടെ കുടുംബം ആവശ്യപ്പെട്ടത് മാനേജ്മെന്റ് കേൾക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അരുൺകുമാർ, കുടുംബം ഏറ്റവും അധികം ആവശ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ നവംബർ മാസം 15-ാം തീയതിയാണ് പത്തനംതിട്ട SME നഴ്സിംഗ് കോളേജിൽ അമ്മു സജീവ് ആത്മഹത്യ ചെയ്യുന്നത്. ഈ ആത്മഹത്യയ്ക്ക് പിന്നാലെ കുടുംബം വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ പ്രധാനമായും കോളേജ് പ്രിൻസിപ്പൽ എൻ അബ്ദുൽ സലാമിനെതിരെയായിരുന്നു ഏറ്റവും അധികം ആരോപണം. ഈ അമ്മു സജീവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ ഈ എൻ അബ്ദുൽ സലാമും അധ്യാപകരും ഒക്കെ വീട്ടിൽ വന്നെങ്കിലും നവംബർ 15-ാം തീയതി എന്താണ് സംഭവിച്ചതെന്ന് ഈ പ്രിൻസിപ്പൽ കുടുംബത്തോടോ അല്ലെങ്കിൽ പത്തനംതിട്ട DYSPയോടോ ഒന്നും തന്നെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ല. ഏറ്റവും ഒടുവിലാണ് പത്തനംതിട്ട DYSPയുടെ കണ്ടെത്തലിനൊടുവിലാണ് ഈ നവംബർ 15-ാം തീയതി അമ്മു സജീവിനെ കൂട്ടമായിട്ട് ഒരു കൂട്ടം ക്ലാസ്സിൽ ഒരു 50ഓളം വരുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ ഈ കോളേജിലെ തന്നെ സൈക്കാട്രി അധ്യാപകനായിട്ടുള്ള സജി എന്ന് പറയുന്ന ഒരു അധ്യാപകൻ കൗൺസിലിംഗ് നടത്തി. അത് കൗൺസിലിംഗ് അല്ലായിരുന്നു, ഒരു കുറ്റവിചാരണ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം കുടുംബം ആരോപിച്ചിരുന്നത്. ആ കുറ്റവിചാരണയ്ക്കെതിരെ ഈ അധ്യാപകനെയും അതുപോലെ തന്നെ കോളേജ് പ്രിൻസിപ്പലിനെയും ഈ സസ്പെൻഡ് ചെയ്യണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു പ്രധാനമായിട്ടും ഉന്നയിച്ചത്. ഇതിൽ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുകയാണ് CPASന്റെ ഡയറക്ടർ ഹരികുമാർ. ഏറ്റവും ഒടുവിൽ 1.5 മാസത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. നിലവിൽ എടുത്തു സൂചിപ്പിക്കേണ്ടത് ഈ സൈക്കാട്രി അധ്യാപകൻ സജിയും അതുപോലെ തന്നെ കോളേജ് പ്രിൻസിപ്പൽ എൻ അബ്ദുൽ സലാമിനെയും സ്ഥലം മാറ്റണമെന്ന് ഒട്ടനവധി തവണ ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദുവിന്റെ ഓഫീസിൽ വന്ന് കണ്ട് ആവശ്യപ്പെട്ടെങ്കിലും R ബിന്ദു ഇടപെട്ടപ്പോൾ പോലും ഈ CPASന്റെ ഡയറക്ടർ ഹരികുമാർ ഇതിൽ ഇടപെട്ടിരുന്നില്ല. അദ്ദേഹത്തിന് ഒരിക്കലും ഇദ്ദേഹത്തെ സ്ഥലം മാറ്റാൻ ഉള്ള ഒരു നടപടി മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഹരികുമാർ പ്രധാനമായും പറഞ്ഞത്. ഇതിന് ഏറ്റവും ഒടുവിൽ എൻ അബ്ദുൽ സലാമിനെ സീതത്തോടിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം 27-ന് ശേഷമാണ് ഇത്തരത്തിലൊരു നിലപാടുമായിട്ട് ഇപ്പോൾ ഈ CPASന്റെ ഡയറക്ടർ മുന്നോട്ട് വന്നിരിക്കുന്നത്. രണ്ടുപേരെയും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കുടുംബത്തിന്റെ ആവശ്യമാണ് ഏറ്റവും നഷ്ടപ്പെട്ടു ആ കുടുംബത്തിന്. പക്ഷേ കുടുംബത്തിന്റെ ആവശ്യം, അതിന് പിന്നിൽ കാരണക്കാരായവരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അവർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ്. റിപ്പോർട്ടിലൂടെയാണ് അമ്മുവിന്റെ കുടുംബം ഇത് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ അതാ രണ്ടുപേർക്കും സസ്പെൻഷനായിരിക്കുന്നു.